ഈ സങ്കീർത്തനത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കാണാൻ കഴിയുന്ന, ഈ റൂമിനകത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക കാഴ്ചയുണ്ട്. ഒരു ജഡ്ജിയുടെ റൂമാണ് ഇരിക്കുന്നത്. 2 സിംഹാസനങ്ങൾ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 2 സിംഹാസനങ്ങളുള്ള ഒരു ജഡ്ജിയുടെ റൂം അവിടെ കാണുന്നുണ്ട്. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. കർത്താവ് ഇരിക്കുന്ന ഒരു സിംഹാസനം. അവിടെ ഡേ ടു ഡേ വിഷയങ്ങളെല്ലാം, കാര്യവും വ്യവഹാരങ്ങളും, ഓരോ ദിവസം വരുന്ന വിഷയങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട്, അതിന് ന്യായവിധി പറഞ്ഞുകൊണ്ട്, അതിന് വിധി കൽപ്പിച്ചുകൊണ്ട്, അതിന് പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന, ഒരു വിധി നടപ്പാക്കുന്ന ഒരു സീറ്റ്, ഒരു സിംഹാസനമുണ്ട്. എന്നാൽ അത് മാത്രമല്ല, മറ്റൊരു സിംഹാസനം കൂടെ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം, ഒരു വൈറ്റ് ത്രോൺ അവിടെ ഇരിക്കുന്നുണ്ട്, വെള്ള സിംഹാസനം ഇരിക്കുന്നുണ്ട്, ഒരു ഭീമാ സീറ്റ് അവിടെ കാണുന്നുണ്ട്. അതിലിപ്പോൾ ആളില്ല. അവിടെ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക, ന്യായവിധിക്ക് വേണ്ടി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുകയാണ്, നിയമിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു അപ്പോയിൻമെന്റ് അവിടെ നടക്കുന്നുണ്ട്. അതിനൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ജഡ്ജി നിയമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു സിംഹാസനം വരെ ഒരുക്കിയിട്ടുണ്ട്. ഡെഫിനിറ്റ് ആണ് ആ കാര്യം, ഡെഫിനിറ്റ് ആണ്, ഒരു സംശയമില്ല. അപ്പോൾ അതവിടെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഡേ ടു ഡേ ആവശ്യങ്ങളുടെ മധ്യത്തിലുള്ള വിധികൾ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിധികളെല്ലാം നമുക്ക് വിജയിപ്പിച്ച വിധികളാണ്. അതിൽ പ്രധാനപ്പെട്ട എടുക്കുന്ന കേസ് ഏതാണെന്ന് ചോദിച്ചാൽ പീഡിതനാണ്. പീഡിതനൊരു അഭയസ്ഥാനം തന്നെ, കഷ്ടകാലത്ത് അവൻ ഒരു അഭയസ്ഥാനം തന്നെ. അപ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന, കഷ്ടം അനുഭവിക്കുന്ന അവരുടെ കേസുകളാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. അത് ഓരോ ദിവസം പരിഗണിച്ച് അതിന് ഉത്തരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഏത് ലെവൽ വരെയുള്ള കഷ്ടങ്ങളാണ് അവിടെ സ്വീകരിക്കുന്നത്, ഏത് വിധത്തിലുള്ള പീഡനങ്ങളൊക്കെയാണ് അവിടെ പരിഹാരമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പറയാനുണ്ട്. അവിടെയാണ് ഗൗരവം കാണുന്നത്. സാധാരണ ഒരു കോർട്ടിൽ നടക്കാത്ത ഒരു വിഷയം അവിടെ പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. അതിന്റെ 14-ാമത്തെ വാക്യം, ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ച്, അതിന് തൊട്ട് മുമ്പ് 13 കൂടെ വായിച്ചത്, യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. അടുത്ത വാക്യം, ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. മതി. ഇതിന്റെ ഏറ്റവും വലിയ വിജയം കിടക്കുന്നത് 2 വാതിലുകൾ പറയാണ്. ഒന്ന് മരണവാതില്, 2 സിയോൻ പുത്രിയുടെ പടിവാതിൽ. 2 ഡോർ കാണിച്ചു തരികയാണ്. ഈ റൂമിന്റെ 2 ഡോർ കാണിച്ചു തരികയാണ്. അവിടുത്തെ ഒരു ഡോറിന്റെ പ്രശ്നം പറയാണ് മരണവാതിലുകൾ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ മരണവാതിലിലൂടെ ആരെങ്കിലും കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലിഫ്റ്റ് ചെയ്തെടുക്കും. എന്നെ ഉദ്ധരിക്കുന്നവനെ അവിടെ പറയുന്നത് എങ്ങനെയാണ് അല്ലേ? മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ ലിഫ്റ്റ് ചെയ്യുന്നവനെ, എന്നെ അവിടുന്ന് വേഗം എടുത്തു മാറ്റുന്ന ഒരു ശക്തി അവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ പല വിഷയങ്ങളും കൊണ്ടെത്തുന്നത് മരണവാതിലുള്ള നയീൻ പട്ടണത്തിന്റെ വാതിലിനോട് സമീപിച്ചപ്പോൾ, ആ നഗരവാതിലുകളോട് അടുത്തെത്തിയപ്പോൾ ഒരു വിഷയം കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ദുഃഖത്തോടു കൂടെ ഒരു വിധവ നിന്ന് നിലവിളിക്കുകയാണ്. കുറെ ആൾക്കൂട്ടം വരുന്നുണ്ട്. ആ ആൾക്കൂട്ടത്തിന്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ശവമഞ്ചം കൊണ്ടുപോകുന്നുണ്ട്. ഒരു ശവമഞ്ചമായിട്ട് ആൾക്കൂട്ടം പോവുകയാണ്. ആ വിധവ പറയുന്ന ഒരു സത്യമുണ്ട്, ഇത് 2ാമത്തെ മരണമാണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത്. എൻ്റെ ഭർത്താവ് മരിച്ചു. ആ ദുഃഖം തീരുന്നതിന് മുമ്പ് ഞാൻ ആശ്രയം വെച്ചിരുന്ന എൻ്റെ മകനും കൂടെ ഇപ്പോൾ പോയിരിക്കുകയാണ്. ഈ വലിയ ദുഃഖത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് ചോദിച്ച് വലിയ വിലാപത്തോടുകൂടെ, വലിയ നിലവിളിയോടുകൂടെ ആ സൗകര്യം കടന്നു വരികയാണ്. പക്ഷെ ഈ മരണവാതിലിന്റെ അടുക്കൽ ഒരാൾ നിൽക്കുന്നുണ്ട്, മരണത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുന്നവൻ. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, കർത്താവെ, മരണവാതിലിലൂടെ കർത്താവെ എന്റെ തലമുറ കടന്നു പോകാൻ അനുവദിക്കാതെ ഉദ്ധരിക്കുന്ന ദൈവമേ, കരം പിടിക്കുന്ന ദൈവമേ, കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവമേ, അങ്ങയുടെ ശക്തിക്ക് വേണ്ടി ഞാൻ ഇന്ന് കാത്തിരിക്കുകയാണ്. കർത്താവെ, ചില വിഷയങ്ങൾ മരണവാതിലുകളിലൂടെ എടുത്തു വന്നിരിക്കുകയാണ്. എന്താണ് അതിന്റെ പ്രശ്നം? പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. അപ്പൊ കഷ്ടം തന്നെയാണ് മരണവാതിലൂടെ കൊണ്ടുപോകുന്നത്. ഓരോ കഷ്ടത്തിന്റെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ നിന്നെ മരണത്തിലേക്ക് തള്ളിയിടണമെന്നാ. ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെല്ലാം ലക്ഷ്യം വെക്കുന്നത്, ശത്രു വെച്ചിരിക്കുന്ന ലക്ഷ്യം നിന്നെ തള്ളിയിടണം. ഈ മരണവാതിലൂടെ നിന്നെ തള്ളിയിടുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ വാതിലിന്റെ അടുക്കേക്ക് നടന്നു വരുന്ന യേശുവിനെ ഇന്ന് കാണുകയാണെങ്കിൽ, കർത്താവേ എന്റെ കഷ്ടം നോക്കണമേ, എന്റെ കഷ്ടം നോക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പറയാൻ കഴിയും, എന്റെ ശബ്ദം കേട്ടുകൊണ്ട്, എന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് എന്റെ അടുക്കിലേക്ക് നടന്നു വരുന്ന എന്റെ യേശു, അവൻ വന്നാൽ ഈ മരണവാദികളിൽ എത്തിയിരിക്കുന്ന എന്റെ തലമുറയുടെ വിഷയം, എന്റെ വ്യക്തിപരമായ വിഷയം
വിഷയം, ഞാൻ നേരിടുന്ന കഷ്ടത്തിന് പരിഹാരം വരുന്ന ദിവസമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ, മൗനമാകാതെ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. കർത്താവേ, ഇന്ന് ജയത്തിന്റെ ദിവസമാണ്, ഇന്ന് ആത്മീയയുടെ ദിവസമാണ്. ഓ ഹല്ലേലൂയ, യേശു വന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത അവൻ പറയുന്നു, നിൽക്ക്, അങ്ങോട്ടേക്ക് പോകണ്ട, ആ വാതിലൂടെ പോകണ്ട. ഇന്ന് പറയുന്ന ശബ്ദം അതാണ്, മരണവാതിലൂടെ നിന്നെ കടത്തിവിടാതെ തടയുന്ന യേശുവിന്റെ ശബ്ദം ഇവിടെ മുഴങ്ങുകയാണ്. മരണവാതിലൂടെ കടത്തിവിടില്ലെന്ന് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. മരണവാതിലൂടെ കടത്തിവിടില്ല. 2024 നമ്മളെ കടന്നുപോയി, 2025 നമ്മളെ കടന്നു പോവുകയാണ്. മരണവാതിലുകളിലേക്ക് എത്തുന്ന വിധത്തിൽ കഷ്ടങ്ങൾ നോക്കണമെന്ന് പറയത്തക്കോണം. ജീവിതത്തിൽ നേരിട്ട കഷ്ടങ്ങൾ തള്ളിയിടാൻ നോക്കിയപ്പോൾ എന്റെ ദൈവം തടഞ്ഞെങ്കിൽ വിശ്വാസത്തോടെ പറയുക, അടുത്ത ആണ്ട് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ധൈര്യത്തോടെ പറയുകയാണ്, അടുത്ത ആണ്ടിലും മരണത്തിലേക്ക് തള്ളിയിടാതെ എന്നെ കരം പിടിക്കുന്ന ഓ തടഞ്ഞു നിർത്തുന്ന ദൈവശക്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ തടഞ്ഞു നിർത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്തിനാ തടഞ്ഞു നിർത്തിയെന്ന് ചോദിച്ചാൽ, ഒന്ന് തൊടാനാ. ആ ബാലന്റെ കൈ ഒന്ന് പിടിക്കുമ്പോൾ അവൻ എഴുന്നേക്കും, അവൻ സംസാരിക്കും, അവൻ ജീവനുള്ളവനായി തിരികെ പോകും. ഇന്നൊരു സ്പർശനം സംഭവിക്കുന്നുണ്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. നമ്മളിവിടെ ആരാധിക്കുമ്പോൾ, നമ്മളോട് നിലവിളിച്ചപ്പോൾ നമ്മെ കണ്ട ദൈവം, നമുക്ക് വേണ്ടി അടുത്തു വന്ന ദൈവം, മരണവാദികളിൽ നിന്ന് രക്ഷിക്കുന്നവൻ, നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നവൻ, അവൻ വന്നിട്ട് ഇന്ന് അവൻ നടന്നു നിർത്തുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് നമ്മെ തൊടുന്ന ദൈവമാണ്. അവൻ തൊട്ടാൽ ജീവൻ വ്യാപരിക്കും, അവൻ തൊട്ടാൽ കഷ്ടം മാറും. ഇതിലെ വിധവ പിന്നെ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? നീ കരഞ്ഞുകൊണ്ടിരിക്കണ്ട. അടുത്ത വാക്യത്തിലെ കാര്യം പറയണം, നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ, നിന്റെ രക്ഷയിൽ. അടുത്ത വാതിലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സന്തോഷിക്കുന്ന ഒരു വാതില, സന്തോഷിക്കുന്ന വാതിൽ. സിയോൻ പുത്രിയുടെ പടിവാതിൽ. സിയോൻ പുത്രിയുടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. കഴുതക്കുട്ടിയുടെ മേലും കയറി വരുന്ന യേശുവിന് നമുക്കൊരു ഓർമ്മ വരുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അതിന് വായിക്കുന്നുണ്ട്. അതിന്റെ 19-ന്റെ 36-ാമത്തെ വാക്യം ലൂക്കോസ് ചാപ്റ്റർ 19 വേഴ്സ്. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിൽ അതിന് തൊട്ടുമ്പത്തെ വാക്യം കൊണ്ട് വായിച്ചാട്ടെ, 35 തൊട്ട് വായിച്ചാട്ടെ. അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിമേൽ ഇട്ട് യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും മഹത്വവും എന്ന് പറഞ്ഞു. ഓ സ്തോത്രം. ഈ മരണവാതിൽ നിന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സിയോൻ പുത്രിയുടെ പടിവാതിലേക്കാണ്. സിയോൻ നഗരത്തിന്റെ പടിവാതിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നത് നമുക്കൊരു രാജാവിനെ കാണാൻ കഴിയും, ഒരു മഹാരാജാവിനെ കാണാൻ കഴിയും. അവന്റെ പ്രത്യേകത, ആ വരുന്ന വഴിക്ക് ചില അത്ഭുതങ്ങൾ നടന്നു പറയുന്നത്, തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ചു എന്ന് പറയുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുക. ഈ യാത്രയിൽ, നമ്മെ നയിക്കാൻ പോകുന്ന യാത്രയിൽ, മരണവാതിലിൽ നിന്ന് നമ്മളെ ഉദ്ധരിച്ച് നമ്മെ കൊണ്ടുപോകുന്ന സിയോൻ പടിവാതിലേക്കുള്ള യാത്രയിൽ നമ്മൾ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, സകല വീര്യപ്രവൃത്തികളെ കുറിച്ച് കുറെ വീര്യപ്രവൃത്തികൾ നടക്കുക. നമ്മുടെ കഷ്ടത മാറ്റാൻ വേണ്ടി, നമ്മുടെ പ്രതിസന്ധിക്ക് പരിഹാരം വരുത്താൻ വേണ്ടി, നമ്മുടെ കുടുംബത്തെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, ഉദ്ധരിക്കാൻ വേണ്ടി, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, ശാരീരികമായ ക്ലേശമാകട്ടെ, എന്ത് വിഷയമാണെങ്കിലും നമ്മെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോകുക. ഈ അവസ്ഥയിൽ നീ ഇനി ആകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ഒരു അത്ഭുതമൊന്നും നടന്നാൽ പോരാ, വീര്യപ്രവൃത്തികൾ നടക്കും. അത് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ചില വീര്യപ്രവൃത്തികൾ നടക്കും. എന്നെ ഇന്ന് കൊണ്ടുപോകുന്നത്, ദൈവസഭയിൽ നിന്ന് നയിക്കുന്നത്, മരണത്തിന്റെ വടിവാതിക്കൽ നിന്ന് നയിക്കുന്ന വ്യക്തിവിധങ്ങളെ, കുടുംബങ്ങളെ കൊണ്ടുപോയി അവൻ വടിവാതിലേക്ക് അവൻ നയിക്കുകയാണ്. അവൻ നയിക്കുന്ന ശക്തി അവിടെ വ്യാപരിക്കുമ്പോൾ സകല വീര്യപ്രവൃത്തികളും നടക്കും. എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമോ അതെല്ലാം നടക്കും. അത് കണ്ടിട്ട് സന്തോഷിക്കും. അവിടെ പറയാണ്, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞു. ഒരു വലിയ സംഭവം നടക്കുക സ്വർഗത്തിൽ, ദൈവത്തിന്റെ മഹത്വം നമ്മളൊന്ന് കാണണം. ഇത് ഭൂമിയിലെ സംഭവം. ഭൂമിയിൽ നിൽക്കുന്ന നമ്മൾ കാണേണ്ടത് എന്താ? സ്വർഗത്തിലെ മഹത്വം കാണണം. സ്വർഗത്തിലെ മഹത്വം ഉണ്ട്. അവിടെ നിലവിളിയല്ല, കണ്ണുനീരില്ല, മുറവിളിയില്ല. അതാണ് സ്വർഗത്തിലെ ആ മഹത്വം ഒന്ന് കണ്ടാട്ടെ.
ആ ഗ്ലോറി നമുക്കൊന്ന് കിട്ടണം. ആ മഹത്വം നമ്മിലേക്ക് ഇറങ്ങി വരണം. അങ്ങനെ ഇറങ്ങി വരുമ്പോ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതിൽ മഹത്വം എന്ന് പറഞ്ഞു. മത്തായി ദിവസത്തിലൊക്കെ വായിക്കുന്നത് ഓശന്ന ദാവീദിൻ പുത്രനെ, ഓശന്ന ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവൻ. അങ്ങനെയാണ് ദൈവമക്കളെ നമ്മളിന്ന് വന്നത്. എങ്ങനെയാ? ദൈവത്തിന്റെ നാമത്തിലാണ്. ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ വന്നെങ്കിൽ സ്വർഗത്തിലെ മഹത്വം, സ്വർഗത്തിലെ സന്തോഷം അത് നമുക്ക് തരും. അത് നമ്മളൊന്ന് റിസീവ് ചെയ്യണം. അത് സ്വർഗത്തിലിരിക്കുന്നത് നമ്മളൊന്ന് കാണണം, ആത്മാവിൽ കാണണം. അത് കാണാത്തവർക്ക് അത് കിട്ടില്ല. അത് കാണുന്നവർ പറയണം, ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇനി സങ്കീർത്തനത്തിലേക്ക് വന്ന് വായിച്ചു നോക്കിയ, സങ്കീർത്തനത്തിലേക്ക് വന്നിട്ട് 14-ാമത്തെ വാക്യം, ഞാൻ സീയോൻ പുത്രിയുടെ പടിവാതിലുകൾ നിന്റെ സ്തുതിയൊക്കെയും. ഇതപ്പോ വേണ്ടത്. ഇതിന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മളൊന്ന് പ്രസ്താവിക്കണം. ഇത് ഈ അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്തുതിയൊക്കെ എന്ന് പറയണം. കർത്താവ് അങ്ങ് ചെയ്ത നന്മയ്ക്കായി ഞാൻ സ്തോത്രം പറയുന്നു. എന്തിനെ സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുന്നത്? ദൈവത്തെ ഒന്ന് സ്തുതിക്കാനാ, നന്ദി പറയാനാ. ദൈവത്തോട് നന്ദി പറയാൻ എത്ര പേർക്ക് ഒരുങ്ങി വന്നിട്ടുണ്ട്? എനിക്ക് നന്ദി പറയാനുണ്ട്. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത, എന്നെ ഉദ്ധരിച്ച ദൈവത്തിന്റെ സ്നേഹം വർണ്ണിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ അങ്ങയുടെ സ്തുതി എന്റെ നാവിന്മേലുണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരത് പ്രസ്താവിക്കണം. നമ്മൾ ചിന്തിക്കുക, എന്തിനാ സാക്ഷ്യം പറയുന്നത്? ഇത് ദൈവത്തിന്റെ ഒരു വ്യവസ്ഥയാ. നമ്മളൊന്ന് പറയണം, പറയുമ്പോഴേ അത് വിജയിക്കുള്ളൂ. അപ്പോൾ എന്താണ്? നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന്. ഞാൻ അവിടെ വാക്കുകളെ നിർത്തുക. നമുക്കുള്ള വാക്തത്വം കിട്ടിക്കഴിഞ്ഞു. ദുഃഖങ്ങളെ മുഴുവൻ മാറ്റി, നമ്മുടെ കഷ്ടങ്ങൾ മുഴുവൻ മാറ്റി, പീഡിതന് അഭയസ്ഥാനമായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു വാക്തത്വം വന്നിരിക്കുന്നത് രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന്റെ രക്ഷയിൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ പദ്ധതി, ആ മരണത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി, ആ രക്ഷകരമായ അനുഭവങ്ങൾ അത് കണ്ട് നമ്മളിന്ന് സന്തോഷിക്കാൻ പോകുക. ഒരു ഭാവി പ്രത്യാശയുടെ കാര്യം കൂടെ പറയാം. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഒരു ദിവസം മരണവാതിലൂടെ ഞാൻ നീയും കടന്നു പോകും. പക്ഷെ അത് ദോഷത്തിനല്ല. ഞാൻ കടക്കുന്നത് സന്തോഷത്തിലേക്കാണ്. എത്ര പേർ വിശ്വസിക്കുന്നത്? അതാണ് നമ്മുടെ പ്രത്യാശ. വിശ്വാസമാണ് പ്രത്യാശയായി വർദ്ധിക്കുന്നത്. ധൈര്യത്തോടെ പറയണം, ഞാൻ എന്ത് കടന്നാലും ഇതുവരെ എന്നെ തടഞ്ഞു നിർത്തി, എന്നെ രക്ഷിച്ചു. ഇനി ഒരു ദിവസം പറയും, നീ ധൈര്യമായി കടന്നു പോകും. മരണനിലയിൽ താഴെ കൂടെ കടന്നാലും ഒരനർത്ഥവും നിനക്ക്. ഒരു ദിവസം മരണനിഴലിന്റെ ഈ ഡോറിൽ കൂടെ നമ്മൾ കടക്കും. പക്ഷേ നീ എന്നോട് കൂടെ ഒന്ന് പറഞ്ഞ് നമ്മളെ ഒറ്റയ്ക്ക് കടത്തി വിടില്ല, നമ്മെ ഒറ്റയ്ക്ക് തള്ളിവിടില്ല. അവൻ കരം പിടിച്ച് നമ്മെ നടത്തും. നമ്മൾ കടക്കും. നമ്മൾ കടക്കുമ്പോ കാണുന്നത് എന്നേക്ക് നിന്റെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. എന്ന് നിന്റെ ആലയത്തിൽ 23-ാം സങ്കീർത്തനം അല്ലേ? എന്ന് നിന്റെ ആലയത്തിൽ ദീർഘകാലം തീരുകയല്ല. ഈ വാതിൽ കടന്ന് കർത്താവിനോട് കൂടെയാണ് കിടക്കുന്നതെങ്കിൽ അവൻ ജീവന്റെ ഉറവയാണ്, നിത്യജീവനാണ്. അവൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മരണം അവൻ ഏറ്റെടുത്ത് നമുക്ക് ജീവനെ തന്ന്, സമൃദ്ധിയായ ജീവനെ തന്ന് നമ്മൾ രക്ഷിക്കുന്ന ദൈവത്തിന്റെ പ്രത്യാശ നമ്മിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമ്മെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.